ഗായ്സ്, നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ടോ, ഒരു കറുത്ത പേന എടുത്ത് വട്ടം വരച്ചിട്ട് അതിൽ ആ പേന വെച്ച് തന്നെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ക്യാമറ എടുത്ത് ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ട് അതിന്റെ നേരെ അങ്ങ് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ പൊള്ളൂന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അത് നമുക്കൊരു കറുത്ത പേന എടുക്കാം. എങ്ങനെയുണ്ട്? യെസ്. അപ്പോൾ ഡ്രസ്സ് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് കറുത്ത പേന വെച്ചിട്ട് വട്ടം വരയ്ക്കാൻ പോവാണ്. കഴുത്തുവേനുണ്ടോ? എന്ത് വട്ടം വരക്കണ്ട്? നിന്റെ അസിസ്റ്റന്റ് അല്ലയോ നീ? എന്തോത്തിനും ഞാൻ ഇവിടെ വെച്ചേക്കുന്നു. എടുക്കാറില്ല. അതെ, ഇതൊക്കെ ഞാൻ ഉപ്പിനെ വെച്ച് ചെയ്യാറുള്ളൂ. എനിക്ക് പാകമോ? സൈസ് ഇയാൾക്ക് പാകമാവത്തില്ല. എനിക്ക് എന്ത് ഉടുപ്പുണ്ടെങ്കിലും അത് അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവം പടച്ചു വിട്ടൊരു ജന്തുവാണിത്. ഏത് കൈ വേണം മോന്? ഞാൻ എപ്പോഴും വലത്തെ കൈ എനിക്ക് വശം, അപ്പൊ ഇടത്തെ കൈ മതി. എന്തെങ്കിലും പറ്റിയാൽ പോലും അന്നം നിന്ന് ജീവിക്കണമല്ല. ഓക്കെ, അപ്പൊ അവള് വട്ടം വരയ്ക്കുവാണേ. ഭാഗ്യം തെളിയുന്നില്ല. തെളിയാത്ത പേനയാണ്, വേറെ പേരെടുത്തില്ല. എസ്കേപ്പ് ആവരുത്. ഞാൻ ലോകത്തുള്ള ഒരു പേനയും തെളിയല്ലേ എന്ന് എന്റെ പ്രാർത്ഥന. ഇപ്പൊ ഇനി ആ പേന തെളിഞ്ഞില്ലെങ്കിലും ഒന്ന് ഓർത്ത് ഈ വീട്ടിലുള്ള എല്ലാ പേരും എന്തോ ഇത് കൊള്ളാല്ലേ സാധനം? ഗ്രൂട്ട് അടിപൊളിയാ. ഓൺലൈൻ വാങ്ങിച്ചതാ, താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്ക്. ഇത് ഓൺലൈൻ വാങ്ങിച്ചാണോ? അല്ല, എന്നാലും ഓൺലൈൻ ഉണ്ടെങ്കിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തു. അതെ. ഈ ബ്ലൂ പേനല്ലേ? അല്ല, ഇത് ബ്ലാക്ക്. ബ്ലൂ പേന ഇട്ടിട്ട് അല്ല, ബ്ലാക്ക്. ബ്ലാക്ക് എന്റെ പേന, അതും ബ്ലൂ. എന്തുവാ ഇത്? ഈ വീട്ടിൽ ബ്ലൂ പേന മാത്രമുള്ള? ദൈവം എന്റെ കൂടെയാണ് കുട്ടി. തെളിയുന്നില്ല. എടേ, എന്റെ കൈ വിയർത്തിരിക്കുവാടെ, അതുകൊണ്ടാണ്. അങ്ങനെ റിസ്കി പണി ചെയ്യുന്നതിന് മാത്രമേ കാറ്റുള്ളൂ. ബൈ ദ ബൈ, പോർട്ടബിൾ ഫാൻ ആണ്, റീചാർജബിൾ ആണ്, കൊണ്ടു നടക്കാം. 6 മണിക്കൂർ വരെ ചാർജ് നിൽക്കും. ഇതിപ്പോ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ഒന്നും തെളിയുന്നില്ല. ദൈവം ഉണ്ട്.